എനിക്ക് ഭയമാ തോന്നി. പേടി എനിക്കിത്. ഞാനൊരു ഡെഡ് ഹാർട്ടഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും തോന്നിയില്ല. ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആയിരുന്നു. ഇനി കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അയ്യോ, എനിക്ക് കാണാൻ പറ്റൂല. ഇതൊരു അൺഇൻറ്റൻഷണൽ കോമഡി ഫ്ലിക്കാണ്. ഇത് OTT വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ട്രോളാവാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. കൊറിയൻ പടങ്ങളിലൊക്കെ കാണുന്ന പോലെ ഉള്ള വയലൻസ് കാര്യങ്ങളൊക്കെ. വയലൻസ് അവസാനം ഒരു വയലൻസ് ചെറുതായിട്ട് കുറഞ്ഞു എന്ന് തോന്നുന്നു. അവസാനം കുറച്ചുകൂടെ ബ്രൂട്ടലാക്കായിരുന്നു. സെക്കൻഡ് പാർട്ടിനുള്ള ഏറ്റവും ലാസ്റ്റ് കുറച്ച് പേര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. സൂപ്പർ. കാണേണ്ടവർക്ക് കാണാം, ദാറ്റ്സ് ഓൾ. അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട്, പക്ഷെ നന്നായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഫാമിലിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഫിലിം. മാർക്ക് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആയിരുന്നു. അല്ലല്ല, ഒട്ടുമല്ല. കാണാനുള്ള ഒരു ത്രില്ലുണ്ട്. അടിപൊളിയായി. എന്താ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. ഇനി കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അയ്യോ, എനിക്ക് കാണാൻ പറ്റൂല. അതടിപൊളിയായിരുന്നു, പക്ഷെ വേറെ ഉള്ളതൊന്നും കാണാൻ പറ്റൂല. അടിപൊളിയായിട്ട് സമയം പോയി. സൂപ്പറായിരുന്നു പടം. ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊള്ളാം. സൂപ്പർ മൂവി. കൊള്ളാം, നല്ല നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം കണ്ടത്. എനിക്ക് ഭയമാ തോന്നി. പേടി എനിക്കിത്. സൂപ്പർ. നമുക്കധികം ഒന്നും തോന്നിയില്ല. വയലൻസ് ഉണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും സൂപ്പറാണ്. വില്ലന്മാരൊക്കെ സൂപ്പറാണ്. നന്നായിട്ടുണ്ട്. നന്നായി ഇഷ്ടപ്പെട്ടു. മാർക്കോ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ്. വയലൻസ് ഒക്കെ പൊളി, ഒന്നും പറയാനില്ല. ഫുള്ള് നല്ല ബ്രൂട്ടൽ സീൻസ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. വയലൻസ് അവസാനം ഒരു വയലൻസ് ചെറുതായിട്ട് കുറഞ്ഞു എന്ന് തോന്നുന്നു. അവസാനം കുറച്ചുകൂടെ ബ്രൂട്ടലാക്കായിരുന്നു. ക്ലൈമാക്സ് കുറച്ചുകൂടെ ബ്രൂട്ടലാക്കായിരുന്നു. ഇതൊരു അൺഇൻറ്റൻഷണൽ കോമഡി ഫ്ലിക്കാണ്. ഇൻ ദ സെൻസ് ഒരു സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. ആൻഡ് എക്സെപ്റ്റ് ഫോർ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒരു ബ്രൂട്ടാലിറ്റീസ് എനിക്ക് ഇച്ചിരി ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. ഇവർ സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചുള്ള പല കാര്യങ്ങളും ഇച്ചിരി കോമഡിയാണ്. എസ്പെഷ്യലി ജഗദീഷ് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ മാനറിസംസ് ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള 1-2 ഡയലോഗ് ഇത് OTT വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ട്രോളാവാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് ബ്രൂട്ടാലിറ്റിൻ്റെ ബേസിലാണെന്ന് തോന്നുന്നു പടം ഓടുന്നത്. കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഒരു ഹോളിവുഡ് ടച്ചൊക്കെ ഉണ്ട്, നല്ല പടം. മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി ആദ്യമായിട്ട് ഒക്കെ നല്ല എത്ര ഫുൾ കണ്ടിരിക്കാൻ. ഞാനൊരു ഡെഡ് ഹാർട്ടഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും തോന്നിയില്ല. വയലൻസ് ഉണ്ട്, പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര വയലൻസ് ആണെന്നൊന്നും തോന്നിയില്ല. കുറച്ച് 2-3 ഭാഗങ്ങൾ മാത്രം ചെറിയൊരു വയലൻസ് ഉണ്ട്. വയലൻസ് ആണ് ഫുള്ള്. കഥയില്ല സിനിമയിൽ. വയലൻസ് ഇഷ്ടമാണ്, അതുകൊണ്ട് കാണാൻ വന്നേ. കൊള്ളാം, നല്ല പടം. ഉണ്ണിമൂന്നിൻ്റെ ആ ഒരു ഫുള്ള് സ്വാഗ് അടിപൊളിയായിരുന്നു. വയലൻസ് അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ടായിരുന്നു. നെറ്റാന്ന് പറഞ്ഞാൽ ചില ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ആയിപ്പോവും, പക്ഷേ കുഴപ്പമില്ല. കണ്ണടച്ച് ഇടയ്ക്കിടയ്ക്ക് വലിയ കുഴപ്പമില്ല. എടുത്ത് പറയാൻ കണക്ക് ചില സീനുകൾ വരുമ്പോൾ നമുക്കങ്ങനെ ഒരുമാതിരി തോന്നും, ബാക്കി വലിയ കുഴപ്പമില്ല. 2.5 മണിക്കൂർ നമുക്ക് അങ്ങനെ ലാഗായിട്ടൊന്നും തോന്നിയില്ല. ആ പടത്തിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് കണ്ടിരിക്കാന്നുള്ള അങ്ങനെയുള്ളൂ. സെക്കൻഡ് പാർട്ട് ആ സെക്കൻഡ് പാർട്ടിനുള്ള ഏറ്റവും ലാസ്റ്റ് കുറച്ച് പേര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. കൊള്ളാം, വെയിറ്റിംഗ് ആണ്. നല്ല സിനിമയായിരുന്നു. വയലൻസ് അവസാനം സെക്കൻഡ് പാർട്ടിൽ നല്ല കുറച്ച് വയലൻസ് കൂടുതലാണ്. അത്യാവശ്യം കൊള്ളായിരുന്നു. ഞങ്ങൾക്കില്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ. മാർക്കോ നല്ല സിനിമയായിരുന്നു. പിന്നെ ഗ്രാഫിക്സിൻ്റെ സീൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഉണ്ടായിരുന്നു. സിനിമയുടെ മെജോറിറ്റിയും വയലൻസ് ആണ് ആക്ച്വലി. നല്ല പടമാണ്. ഫൈറ്റിംഗ് സീനൊക്കെ നന്നായിട്ടുണ്ട്. ഇത്തിരി വയലൻസ് കൂടുതലാണ്. എല്ലാ പ്രേക്ഷകർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്തിരി ഭയത്തോടുകൂടി കാണാം. ഇന്റർനാഷണൽ ലെവലിലുള്ള വയലൻസ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൊറിയൻ പടങ്ങളിലൊക്കെ കാണുന്ന പോലെ ഉള്ള വയലൻസ് കാര്യങ്ങളൊക്കെ നല്ലൊരു പടമാണ്.